എൻ്റെ പേര് ഗീത സുരേഷ്. ഞാൻ എറണാകുളം ആലുവ ഇടത്തല പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, എന്നിട്ട് തുടങ്ങാം. ഓക്കെ, താങ്ക് യു. എന്നെ ഈ ബയോട്ടോറിയം എന്ന ഈ ഈശ്വരന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് എന്നിലേക്ക് എത്തിച്ചത് നമ്മുടെ എറണാകുളം കളമശ്ശേരി യൂനസ് ബായിയാണ്, യൂനസ് സാറാണ്. ഞാനിപ്പോ അതില് നല്ല രീതിയിൽ വർക്ക് ചെയ്യണു, നല്ല രീതിയിൽ പോകുന്നു. ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഉള്ള ലേഡിയാണ്. എനിക്ക് ഇന്ന് എൻ്റെ കർത്തവ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ കോട്ടയം എൻ്റെ അമ്മനാടാണ്, അച്ഛൻ നാടാണ്. അതുകൊണ്ട് കോട്ടയം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അവിടെ മീറ്റിങ്ങിനൊക്കെ പോകാറുണ്ട്. മിനിമം നമ്മുടെ ഒരു അയൽ ലേഡിയാണ്. നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഈ ബയോട്ടോറിയത്തിലെ ഇത്രയും നല്ലൊരു വനിത രത്നം. ഇന്ന് മാഡത്തിന്റെ MC ആവാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അപ്പൊ ഞാൻ അധികം ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. മാഡം ഒരു ടീച്ചറാണല്ലോ, എല്ലാവർക്കും അറിയാം. ടീച്ചർ ഭയങ്കര രസമാണ്. ഞാൻ ടീച്ചറോട് പറയുന്നത്, ഓരോ പ്രാവശ്യം ഞാൻ അവിടെ പോയി കേൾക്കുമ്പോൾ നേരിട്ട് നമ്മൾ സുമിലൂടെ അല്ല, നേരിട്ട് ഞാൻ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടീച്ചറിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. എല്ലാവരും വീഡിയോ ഓണാക്കിയിരിക്കുക, അപശബ്ദങ്ങളൊന്നും നമുക്ക് വരാൻ വരുന്ന അവര് ഒത്തിരി എന്താ പറയാ പ്രയത്നിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധയോടുകൂടി അത് കേട്ടിരിക്കുക. ടീച്ചറിനെ ഞാൻ എന്താ പറയാ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ഈ സൂം വേദിയിലേക്ക് എല്ലാവരുടെ അനുഭവത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഗീത മാം. ഗുഡ് മോർണിംഗ് ഓൾ ഗ്രേറ്റ് ലീഡേഴ്സ്. എന്നെ വളരെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തി. ഇനി കൂടുതലായിട്ട് ഇനി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കോട്ടയത്താണ് താമസിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന സബ്ജക്റ്റ് ഈഗോയാണ്. അപ്പം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന മേഖല, ഏത് മേഖല ആയിക്കോട്ടെ, അതിനകത്ത് നല്ലൊരു സക്സസ് കിട്ടിയില്ല എങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ആ ഒരു സ്വഭാവം അല്ലെ ഈഗോ എന്ന ഒരു തലക്കനം നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് സക്സസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. അപ്പൊ പല ആൾക്കാരുടെയും ലൈഫില് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഉദ്ദേശിച്ച രീതിയിൽ പോകുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും മനസ്സിലാക്കുക, നമുക്ക് എല്ലാ ആൾക്കാർക്കും അല്ലെ, ഞാനടക്കം എന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്, നമുക്ക് എല്ലാ ആൾക്കാർക്കും അല്ലെ മാറ്റേണ്ട ഒരു കാര്യം തന്നെയാണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പം ആ ഈഗോ അല്ലെങ്കിൽ ആ ഒരു തലക്കനം, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാനൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മെ ആക്രമിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ഈഗോ അല്ലെങ്കിൽ തലക്കനം. മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും തയ്യാറാതില്ലേ, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള ചിന്ത, ഇത്തരത്തിൽ ഒരു ഈഗോ വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകളും പലപ്പോഴും നമ്മളും ഒക്കെ. അപ്പം ഇതിനെ തരണം ചെയ്യാനുള്ള ഒരു സ്റ്റോറിയിൽ കൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവ് തന്റെ രാജകൊട്ടാരത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തികളെയും തല കുമ്പിട്ട് നമസ്കരിച്ചിട്ടാണ് വെൽക്കം ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് ആര് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു? നമ്മുടെ മന്ത്രി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മന്ത്രി ഒരു ദിവസം രാജാവിനോട് ചോദിച്ചു, ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ രാജാവ്, അപ്പം എന്തിനാണ് ഈ ഓരോ ആൾക്കാരെയും തല കുമ്പിട്ട് വണങ്ങുന്നതെന്ന് മന്ത്രി രാജാവിനോട് ചോദിക്കുകയുണ്ടായി. അപ്പം മന്ത്രി ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രിയോട് രാജാവ് എന്ന് പറഞ്ഞു, നാളെ രാവിലെ കൊട്ടാരത്തിലേക്ക് വരൂ, ഇതിന്റെ ഉത്തരം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രി പിറ്റേ ദിവസം രാവിലെ കൊട്ടാരത്തിലേക്ക് വരുന്നു. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ രാജാവ് ഒരു താലത്തിൽ ഒരു 3 തല എടുത്തു വെച്ചു. അതിനകത്ത് ഒരെണ്ണം ആടിന്റെ തലയായിരുന്നു, ഒന്ന് പോത്തിന്റെ തലയായിരുന്നു, ഒന്ന് മനുഷ്യന്റെ തലയായിരുന്നു. എന്നിട്ട് രാജാവ് മന്ത്രിയോട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി ഒന്ന് വിറ്റ് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ മന്ത്രി ഒരു 3 തലകളുമായിട്ട് ചന്തയിൽ പോകുന്നു. അവിടെ പോയി പെട്ടെന്ന് തന്നെ ആടിന്റെ തലയും പോത്തിന്റെ തലയും വിറ്റുപോയി. മനുഷ്യന്റെ തല
ആൾക്കാരൊക്കെ ഭയത്തോടെ അല്ലെങ്കിൽ വെറുപ്പോടെ അറപ്പോടെ ഒക്കെ നോക്കുവാണ്. അപ്പം തിരിച്ച് എന്ത് ചെയ്തു, മന്ത്രി മനുഷ്യന്റെ തലയുമായിട്ട് തിരിച്ചു കൊട്ടാരത്തിൽ വന്നു. ഓക്കെ, രാജാവ് ഒന്നും വേണ്ടിയില്ല, മന്ത്രിയോട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസവും രാവിലെ വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം വന്നപ്പം എന്ത് ചെയ്തു, രാജാവ് ആ താലത്തിനകത്ത് മത്സ്യത്തിന്റെ തലയും ആടിന്റെ തലയും മനുഷ്യന്റെ തലയും കൂടെ വെച്ച് വീണ്ടും ചന്തയിലേക്ക് വിട്ടു. ഓക്കെ, അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞു. വീണ്ടും പെട്ടെന്ന് തന്നെ മത്സ്യത്തിന്റെ തലയും ആടിന്റെ തലയും വിറ്റുപോയി. മനുഷ്യന്റെ തല ഇതുപോലെ തന്നെ അവിടെ നിന്ന് ആർക്കും വേണ്ട, എല്ലാരും വെറുപ്പോടുകൂടി പേടിയോടുകൂടി നോക്കുകയാണ്. അപ്പം എന്ത് ചെയ്തു, മന്ത്രി തിരിച്ച് അവിടെ കുറെ നേരം നിന്നിട്ടും മനുഷ്യന്റെ തല ആർക്കും വേണ്ട. കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, തിരിച്ച് മന്ത്രി കൊട്ടാരത്തിലേക്ക് വന്നു. അപ്പൊ മന്ത്രി ചോദിച്ചു, ഇനിയെങ്കിലും ഒന്ന് പറ, എന്താണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു, അതായത് നമ്മള് ജീവിച്ചിരിക്കുന്ന സമയത്തെ വിനയമാണ് അത് മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നത്. അപ്പം നമ്മള് അതായത് നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ അതിഥിയുടെ മുന്നിൽ നമ്മൾ തല കുനിക്കുക നമുക്ക് തെറ്റല്ല. നമ്മള് എന്ത് ചെയ്യുക, നമ്മള് നമ്മുടെ മുന്നിൽ മാത്രം നമ്മൾ തല കുനിക്കാതായിട്ടിരിക്കുക. അതായത് മറ്റുള്ള ആളുകളുടെ മുന്നിൽ അല്ലെ വിനയത്തോടെ ഒന്ന് തല കുനിക്കുന്നതൊന്നും വലിയ തെറ്റല്ല. അങ്ങനെ നമ്മൾ എന്താണ്, ഒരു പൊളൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ വിനയത്തോടു കൂടി തന്നെ നമ്മൾ മറ്റുള്ള സമൂഹത്തിലായിക്കോട്ടെ നമ്മൾ ഇടപെടുന്ന ആളുകളായിട്ട് ഇന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല. അത് നമ്മളെ സക്സസിലേക്ക് നമ്മളെ നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ തലയ്ക്ക് എപ്പോഴേ വിലയുള്ളൂ, ജീവിച്ചിരിക്കുന്ന സമയത്തേ ഉള്ളൂ. അത് നമ്മൾ വിനയത്തോടു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് ജീവിച്ച് തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് നമ്മളൊന്ന് എന്താണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, വലിയ കുലയുള്ള വാഴ, അതായത് നമ്മളുടെ ആളുകൾ വിനയം കൊണ്ട് നമ്മൾ തല കുനിക്കാറുണ്ട് അല്ലെ, അതെന്താണ്, വലിയ കുലയുള്ള വാഴയെ പോലെയാണെന്നാണ് പറയുന്നത്. എപ്പോഴും എന്തായിരിക്കും, ഒരു വാഴയെ നിറയെ എന്താണ് റോബസ്റ്റ നമ്മൾ കണ്ടില്ല, നിറയെ തിക്കായിട്ടായിരിക്കും അല്ലെ, അതിങ്ങനെ കുമ്പിട്ട് നിലത്തോളം കുമ്പിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഒരു ചെറിയ കൊല അങ്ങും ഇങ്ങും 4, 5, 6 കൊലയുള്ളതാണെങ്കിൽ എന്ത് ചെയ്യും, അത് കുമ്പിട്ട് നിൽക്കണമെന്നില്ല. അപ്പൊ അതായത് ഇതിനകത്തെ സാരാംശം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിറയെ കണ്ടന്റ് ഉള്ള, നല്ല അറിവുള്ള, നല്ല മിടുക്കരായ വ്യക്തിത്വമാണെങ്കിൽ മറ്റുള്ള ആളുകളോട് വിനയത്തോടെ പെരുമാറണം അല്ലെ. അപ്പൊ നമ്മൾ അല്ലെ നമുക്ക് എല്ലാം അറിയാം അല്ലെ, ഞാനാണ് എല്ലാം തികഞ്ഞ, അങ്ങനെയുള്ളൊരു ചിന്ത മാറ്റി നമ്മൾ വിനയത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. അതായത് നാം കണ്ടിരിക്കുന്ന മഹാന്മാരായിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളും അങ്ങനെയുള്ള ആളുകളാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈഗോയെ അവോയ്ഡ് ചെയ്തുകൊണ്ട് വളരെ ശക്തമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു മോർണിംഗിൽ നിങ്ങളോട് എല്ലാവരോടും പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം പലതരത്തിലുള്ള ഈഗോസ് ഉണ്ട്. 90% ആളുകൾക്കും സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെ, നമ്മളെല്ലാവരും ഇന്നിപ്പം ഈ ഒരു സക്സസിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഒരു മോർണിംഗ് സൂമിൽ തന്നെ എല്ലാവരും അല്ലേ, രാവിലെ എല്ലാവർക്കും മൂടി പൊതിച്ച് വേണം കുറച്ചു നേരം കൂടെ കിടക്കാനൊക്കെ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ്, അതിൽ വിജയിക്കണം അല്ലെ, എനിക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ എല്ലാ ആൾക്കാരും വന്നിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, എല്ലാവർക്കും ഇതിന് സാധിക്കാറുണ്ടോ? ഇല്ല അല്ലെ. കുറെ ആളുകൾ സക്സസിലേക്ക് എത്തുമ്പോൾ മറ്റു കുറച്ച് ആൾക്കാർക്ക് ഇതിന് കഴിയാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് എല്ലാ ആളുകൾക്കും സക്സസിലേക്ക് എത്താൻ പറ്റാത്തതിന്റെ കാരണം? അല്ലെങ്കിൽ ഒരാളെ സക്സസിലേക്ക് കൊണ്ടെത്തിക്കാതെ അയാളെ പിറകോട്ട് വലിക്കുന്ന കാരണം എന്താണ്? നമ്മൾക്കറിയാം, നമ്മൾ ഒരു മേഖലയിൽ വിജയിക്കണമെങ്കിൽ നമ്മളിലുള്ള ഈഗോ മാറ്റണമെന്ന് പറയാറുണ്ട് അല്ലെ. എപ്പോഴും നമ്മൾ ഈ ഒരു മേഖലയിൽ വന്നതിന് ശേഷം നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, ഈഗോയും ക്യാഷും ഒരുമിച്ച് വാഴില്ല എന്നാണ് വാസ്തവം. അപ്പൊ അത് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യും, നശിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് ഈഗോയെ പറ്റി, അപ്പൊ ഇതൊക്കെ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മളെല്ലാം മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിനെ നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ഓവർകം ചെയ്യാനായിട്ടൊക്കെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതിയെന്നേ. നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് എനിക്ക് നന്നാകണം അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ബാഡ് ഹാബിറ്റ് ഉണ്ട് അത് മാറ്റണമെന്ന് മറ്റുള്ള ആൾക്കാർ എത്ര പറഞ്ഞാലും നമുക്ക് അത് മാറാൻ പറ്റത്തില്ല. ഞാൻ വിചാരിക്കണം എന്നിലെ ദുശ്ശീലങ്ങൾ എന്തുണ്ടോ അത് മാറ്റണമെന്ന് ആര് വിചാരിക്കണം, ഞാൻ വിചാരിക്കണം. അപ്പൊ നമുക്ക് വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കാതെ നമ്മളെ പിറകോട്ട് വലിക്കുന്ന ആ കുറച്ച് ഈഗോസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ബ്ലെയിം ഈഗോ. ഇത് നമുക്ക് അറിയാന്നല്ലേ, കുറ്റം പറയുക അല്ലെ. ഇത് എല്ലാരും
ഈ പറയുന്ന ഞാനടക്കം നമ്മളെ സിറ്റുവേഷനോട് നമ്മൾ പറഞ്ഞു പോവുകയാണ് അല്ലെ. പക്ഷെ നമ്മളൊന്നും മൈൻഡിലേക്ക് അല്ലെ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ കൊടുക്കുക, അയ്യോ തെറ്റാണല്ലോ ഞാൻ പറയുന്നത്, അയ്യോ ഇനി ആവർത്തിക്കല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മൈൻഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കൺട്രോൾ ചെയ്യണം. നമ്മൾ ഇന്ന് വരെ എന്തായിരുന്നോ നമ്മളൊന്ന് മാറി ചിന്തിക്കുക. കാരണം ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന ബ്ലെയിം ഈഗോ എന്ന് പറഞ്ഞ അർത്ഥമാക്കുന്നത് എന്താന്ന് വെച്ചാല് എല്ലാവരെയും കുറ്റം പറയുന്ന, ബ്ലെയിം ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ടെങ്കിലും അത് ചെയ്യാൻ മടി കാണിക്കുന്നതുകൊണ്ടാണ്, അല്ലെ അത് കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് ശരിക്കും അതിന്റെ എളുപ്പ മാർഗം എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ അങ്ങോട്ട് നമ്മൾ കുറ്റം പറയുകയാണ് അല്ലെ. ശരിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഗവൺമെന്റ് ഒരു കാര്യം ഇഷ്യൂ ചെയ്തു, അത് പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റില്ല, പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗവൺമെന്റിനെ കുറ്റം പറയാം, ബ്ലെയിം ചെയ്യാം, അല്ലെ നമ്മുടെ എക്കണോമിക് സിറ്റുവേഷനെ നമ്മൾ ബ്ലെയിം ചെയ്യും. നമുക്ക് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണോ അതിനെയൊക്കെ അങ്ങോട്ട് നമ്മൾ കുറ്റം പറയണം. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമ്മൾ കുറ്റം പറയാം, അല്ലെ ഫാമിലിയെ നമുക്ക് കുറ്റം പറയാം, അല്ലെ ഞാൻ ജനിച്ച കുടുംബം അല്ലെ നല്ലതായ അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് സമ്പന്നനാകാൻ കഴിയാഞ്ഞത്, അല്ലെ അങ്ങനെ 100 കണക്കിന് നമുക്ക് എന്താണ് ബ്ലെയിമിങ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അല്ലെ ഇങ്ങനെയുള്ള വ്യക്തികൾ. അപ്പം ഇത്തരം ആൾക്കാരിൽ ശരിക്കും പറഞ്ഞാൽ ചുറ്റുമുള്ള കാര്യങ്ങളെ എല്ലാം ബ്ലെയിം ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് ഇത് കാലക്രമേണ തന്നെ എന്തായി മാറുവാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഈ കുറ്റം പറയുന്നതാണ് നമ്മൾ എന്തായി മാറുന്നത്, ഒരു ഈഗോ ആയിട്ട് മാറുന്നത്. അപ്പം ശരിക്ക് നമ്മൾ ഈ ഒരു സ്വഭാവത്തിൽ അല്ലെ ഈ ഒരു ഈഗോ ആയിട്ട് മാറി കഴിയുമ്പം ഇത്തരത്തിലൊരു ഈഗോ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് മറികടന്നേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഇവിടെ എന്തിനു വന്നതാണ്, വിജയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ വിരൽ ചൂണ്ടുന്ന ആരുടെ നേർക്കാണ്, നമ്മൾ നമ്മളുടെ നേരെയാണ്. മറ്റുള്ളവരെ കുറ്റം ചെയ്യുമ്പോൾ അല്ലെ വിരൽ ചൂണ്ടുന്നത് മറ്റൊരാളുടെ നേർക്കാണെങ്കിൽ മറ്റൊരാളുടെ നേർക്ക് വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 4 ഫിംഗേഴ്സും അല്ലെ വിരലുകളും ചൂണ്ടുന്നത് ആരുടെ നേർക്കായിരിക്കാം, നമ്മുടെ നേർക്കാണ്. അപ്പം ഇവിടെ മാറ്റം വരുത്തേണ്ടത് നമ്മളിലാണ് അല്ലെ. ചുറ്റുവട്ടത്തെ നന്നാക്കാൻ നമുക്ക് പറ്റത്തില്ല അല്ലെ. അവനവനെ തന്നെ നന്നാക്കുക, അതായത് അവനിലെ കറക്ഷൻസ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തയ്യാറാകേണ്ടത്. അപ്പം അങ്ങനെ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബ്ലെയിം ഈഗോ, അതായത് കുറ്റം പറയുന്ന ആ ഈഗോയെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് നോ ഇറ്റ് ഓൾ ഈഗോ. ഓക്കെ, ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഈഗോയാണ്. അതായത് നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതൊന്ന് ലേൺ ചെയ്യാനോ പഠിക്കാനോ ഒന്നും നമ്മൾ തയ്യാറാകത്തില്ല. കാരണം എന്താണ്, അവർക്കെല്ലാം അറിയാം. ഇങ്ങനെയുള്ളവർക്ക് എന്താണ്, എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ചിന്തയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് കൃത്യമായ എല്ലാത്തിനെയും കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് എന്നാണ് അവരുടെ ഒരു ഇതാണ് നമ്മുടെ ഈ ഒരു ഈഗോ. മറ്റൊരാളെ എന്തെങ്കിലും പറഞ്ഞു തരാൻ വന്നാലോ ഒന്നും വേണ്ട, നമ്മുടെ കമ്പനിയുടെ പുതിയ കാര്യങ്ങള് അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ച് ഒന്നുകൂടെ പറയണ വന്നാലും ഇതെനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ചിന്തയാണ് അല്ലെ പുതിയൊരു അപ്ഡേഷൻ വന്നാലോ അതിനെ ഒരു അപ്ഗ്രേഡേഷൻ വന്നാലോ ഇതൊന്നും പഠിക്കാനായിട്ട് ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യത്തില്ല, തയ്യാറാകത്തില്ല. കാരണം എന്താണ്, അവർക്ക് എല്ലാം അറിയാം അല്ലെ. ഞാൻ ഈ മേഖലയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ മേഖലയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങൾ 10-25 വർഷമായിട്ട് ജോലി ചെയ്ത വ്യക്തിയാണ് എന്ന് അല്ലെ, ഈ ഒരു മേഖലയിൽ അല്ലെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. മറ്റൊരാൾ പ്രത്യേകിച്ച് ഇനി എനിക്ക് പറഞ്ഞു തന്നിട്ടൊന്നും എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഒരു ചിന്ത ഒരബദ്ധമാണ്. ഇത് ഒരു തരത്തിലുള്ള ഈഗോയാണ്. കാരണം നോ ഇറ്റ് ഓൾ ഈഗോ, എനിക്കെല്ലാം അറിയാം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാല് ആരും പൂർണ്ണരല്ല അല്ലെ. നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട്, ഒരു തരത്തിലെ വേറൊരു തരത്തിൽ നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട്. നമ്മൾ ആരും തന്നെ പൂർണ്ണരല്ല. അപ്പം പുതുതായി കാര്യങ്ങൾ ഓരോ മനുഷ്യരും അല്ലെ എല്ലാവരും തന്നെ പുതുതായിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം അല്ലെ. നമുക്ക് ഇങ്ങനെയുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇപ്പൊ നമ്മുടെ കമ്പനിയെ കുറിച്ച് പുതിയ പുതിയ അറിവുകൾ വരുന്നത് നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ എന്താണ് റെഡി ആകണം. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലതരം ട്രെയിനിങ്ങുകള് പ്രോഗ്രാമുകളായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഈ ഒരു പഠനം നിലയ്ക്കേണ്ടല്ലോ, ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഈ നോ ഇറ്റ് ഓൾ ഈഗോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ ഒരു നോ ഇറ്റ് ഓൾ ഈഗോയിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റുന്ന മറ്റൊരു ഈഗോയാണ്, അതായത് നമ്മുടെ സൊസൈറ്റിയിലൊക്കെ എത്ര കണ്ട് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട് അല്ലെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും
നമ്മൾ ഓർക്കും നമ്മളിപ്പോ മോഡേൺ അല്ലെ മോഡേൺ യുഗത്തിലാണ് ജീവിക്കുന്നത്, അല്ലെ നല്ല ഡെവലപ്പ് കൺട്രിയിലാണ്, അല്ലെ ഡെവലപ്ഡ് നേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാലും സ്റ്റിൽ അണ്ടർലൈനിങ് ആയി നിൽക്കുന്ന ഒരു പ്രശ്നം ജെൻഡർ ഇൻഇക്വാലിറ്റി. ഓക്കെ, രണ്ട് ജെൻഡറിനെ നമ്മൾ ഒരുപോലെ കാണാൻ പറ്റാതിരിക്കുക അല്ലെ. ശരിക്കും പറഞ്ഞാൽ ആൺ പെൺ വ്യത്യാസം, ഫീമെയിൽ മെയിൽ അല്ലെ, അങ്ങനെ രണ്ട് തട്ടിൽ കാണാതെ ഹ്യൂമൻ ബീങ് അല്ലെ, ഹ്യൂമൻ അല്ലെ, ഒരു മനുഷ്യൻ എന്ന ആ ഒരു കൺസിഡറേഷനിൽ ഇപ്പോഴും ചിലർക്കൊന്നും എത്താൻ സാധിച്ചിട്ടില്ല അല്ലെ. ശരിക്കും പറഞ്ഞാൽ അത് സങ്കടം തോന്നുകയാണ്. കാരണം നമ്മളെല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ട് അല്ലെ ഇത്രയും ഒരു മോഡേൺ യൂത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു എന്താ പറയണ്ടേ ഇൻഇക്വാലിറ്റി ഒക്കെ നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് അല്ലെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരാളെ നമ്മൾ വിലയിരുത്തേണ്ടത് അവരുടെ ജെൻഡറിനെ ബേസ് ചെയ്ത്, ഒരിക്കലും അവരുടെ ജെൻഡറിനെ ബേസ് ചെയ്തിട്ടല്ല, അവരുടെ കാപ്പബിലിറ്റീസ്, ക്വാളിറ്റീസ്, എബിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. അതായത് ഒരു ടീമിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കാപ്പബിലിറ്റി ഉണ്ടോ, അല്ലെ ഒരു ടീം ഡൗണിലേക്ക് പോകുമ്പോൾ അതിന്റെ കോർഡിനേഷൻ, അതിനെ കോർഡിനേറ്റ് ചെയ്ത് ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള എബിലിറ്റി ഉണ്ടോ, അല്ലെ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു ലീഡറിന്റെ ക്വാളിറ്റിയാണ് നമ്മുടെ കൂടെയുള്ള മെമ്പേഴ്സിൽ നോക്കേണ്ടത്. അപ്പം അല്ലാതെ അവരിലെ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ അവനൊരു പുരുഷനാണ്, അങ്ങനെ എന്താ പറയണ്ടേ അങ്ങനെയുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ, അതായത് വിവേചനം അല്ല അവിടെ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് എന്താണ്, ജോലിയോടുള്ള കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ജോലിയോടുള്ള ആത്മാർത്ഥതയൊക്കെയാണ് നമ്മളവിടെ വാല്യൂ ചെയ്യേണ്ടത്. അപ്പം ശരിക്ക് ഇപ്പൊ എന്റെ ഒരു ലീഡർ അല്ലെങ്കിൽ എന്റെ അപ്ലൈൻ ഒരു ഫീമെയിൽ ആണെന്ന് വിചാരിച്ചാൽ അവരെ നമ്മൾ എന്ത് ചെയ്യുക, വകവെക്കാതിരിക്കുക. ഇത് നമ്മൾ പൊതുവെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അല്ലെ. എന്താന്ന് വെച്ചാല് ഇപ്പോഴും നമ്മൾ സ്റ്റിൽ ഒരു മെയിൽ എന്താണ് ഡോമിനേറ്റഡ് സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ചിലർക്ക് പലപ്പോഴും ആ ഒരു ശീലം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അതൊക്കെ മൈൻഡിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. കാരണം എന്താണ്, ഞാൻ പറഞ്ഞു സ്റ്റിൽ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അപ്പം ചിലർക്കുണ്ട് ഫീമെയിൽ ആണ് നമ്മുടെ അപ്ലൈൻ അല്ലെ എന്റെ അപ്ലൈൻ ലീഡർ എങ്കിൽ അവര് പറയുന്ന കാര്യങ്ങൾ ചെവിക്കൊള്ളാതെ അവരൊരു ലേഡി ആയതുകൊണ്ട് അവരെ മാറ്റി നിർത്തി, അല്ലെ അവരുടെ ടോപ്പിലുള്ള മെയിൽ ലീഡേഴ്സിന്റെ വാക്കുകൾ കേൾക്കാനും അവര് പറയുന്നതനുസരിച്ച് മൂവ് ചെയ്യാനും, അല്ലെ കുറെ സമയം അല്ലെ അതേസമയം ഫീമെയിൽ ലീഡറിന് ഒരു വക വെക്കാതെ ഉള്ള ഒരു പെരുമാറ്റം, ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകും അല്ലെ. മനുഷ്യരും പല പല സ്വഭാവക്കാരാണ്. അപ്പം ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അല്ലെങ്കിൽ അതൊരു ഫീമെയിൽ ആണോ അല്ലെങ്കിൽ മെയിൽ അല്ലെ അങ്ങനെ കാണാതെ അവരുടെ എബിലിറ്റി എന്താണ്, ആസ് എ ലീഡർ അവര് മറ്റുള്ള മെമ്പേഴ്സിനോട് പെരുമാറുന്നത് എങ്ങനെയാണ്, അവര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ അവരൊരു ലേഡിയാണ് അല്ലെ അതുകൊണ്ട് അവര് പറയുന്ന ഞാൻ കേൾക്കത്തില്ല, അല്ലെ അവര് എത്ര നല്ല ലീഡർ ആണെങ്കിലും എത്ര സപ്പോർട്ടീവ് ആണെങ്കിലും കേൾക്കത്തില്ല. അത് വളരെ എന്താണ് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു മനോഭാവമാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഈഗോ കൊണ്ടിരിക്കുന്നവര് അവരുടെ ഒരു ഫ്യൂച്ചർ അല്ലെ ഒരു ഗ്രോത്ത് ഉണ്ടാകാനേ പോകുന്നില്ല. എന്താന്ന് വെച്ചാൽ അവരുടെ ചിന്താഗതി ഇപ്പോഴും എന്താണ്, 90കളിലാണ്. ആ ഒരു 90കളിൽ തന്നെ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യും, 90കളിൽ കിടക്കുന്നവർക്കൊക്കെ അങ്ങനെ ഗ്രോത്ത് ഉണ്ടാവുമോ ഇല്ലേ അല്ലെ. അതായത് ഇങ്ങനെയുള്ള ചിന്താഗതികൾ കൊണ്ട് 90കളിൽ കിടക്കുന്നവർക്ക് എങ്ങനെയാണ് അവരുടെ ഒരു ജേണി അല്ലെങ്കിൽ ഈ ഒരു 2026 അവരുടെ ജേണി ഒരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈക്വൽ, നമ്മളെല്ലാവരും സമന്മാരാണ് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയൊക്കെ ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു അല്ലെ, ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഇപ്പൊ അങ്ങനെയുള്ള കാര്യം എല്ലാവർക്കും തുല്യ സമത്വം, അതാണ് നമ്മളിപ്പം എന്താ പറയണ്ടേ മുന്നോട്ട് കൊണ്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള നമ്മളുടെ ഇങ്ങനെയുള്ള ഈ മേഖലകളിലൊക്കെ എന്താണ് വർക്ക് ചെയ്യുമ്പോൾ അല്ലെ നല്ല മിടുക്കരാണ് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുകയും അങ്ങനെ മുമ്പോട്ട് പോവുകയും ചെയ്യും. അതായത് നമ്മൾക്ക് മറ്റുള്ളവരെ എന്താ പറയണ്ടേ അംഗീകരിക്കാനോ അതിനൊന്നും നമുക്ക് എന്താണ് സമയമില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് അല്ലെ. നമുക്ക് നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും, നമ്മൾ പണ്ട് ചെയ്ത റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾക്ക് പോലും ഇന്ന് പ്രവർത്തിക്കുമ്പോൾ റിസൾട്ട് കിട്ടാതെ വരുവാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താണ്
ഡെസ്പറേറ്റ് ആകാതെ അല്ലെ നിരാശരാകാതെ അല്ലെ ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേനും എന്ത് ചെയ്യും, നമ്മളങ്ങ് നിരാശരാകുകയാണ് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യണം, ഈ നോ ഇറ്റ് ഓൾ ഈഗോ, അതായത് എല്ലാം എനിക്കറിയാമെന്നുള്ള ആ ഒരു ചിന്ത, അതൊക്കെ ഒരു ഈഗോ ആണ് അല്ലെ. ഇതുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, അതിനെ പൊട്ടിച്ചങ്ങോട്ട് കളഞ്ഞേക്ക്. എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്, ഐ ഹാവ് ടു ലേൺ മോർ എന്നുള്ളത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം. അപ്പം അതേപോലെ തന്നെ എവറിത്തിങ് ക്യാൻ ബി ഡൺ ഇൻ എ ബെറ്റർ വേ, എല്ലാ കാര്യങ്ങളും ഇതിലും ഭംഗിയായി ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു തോന്നൽ കൂടി നമ്മുടെ മനസ്സിൽ ജനിപ്പിക്കാം. കാരണം കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ പുതിയ സ്കിൽസ് അക്യൂർ ചെയ്യണം അല്ലെ. പുതിയ സ്കില്ലുകൾ നമ്മൾ നേടിക്കൊണ്ടേയിരിക്കണം. കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ അറിവുകൾ അല്ലെങ്കിൽ നോളജ് സമ്പാദിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് സൂമിലാണെങ്കിലും അല്ലെ ഡെയിലി നമ്മൾ സൂമിൽ കൂടെ ആണെങ്കിലും പ്രോഗ്രാമിൽ കൂടെയൊക്കെ ആണെങ്കിലും നമ്മൾ ഡെയിലി നോളജ് അക്യൂർ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതായത് ഓട്ടോമാറ്റിക്കലി നോ ഇറ്റ് ഓൾ ഈഗോയെ ബ്രേക്ക് ചെയ്യാൻ ഈ ഒരു കോട്ട് സഹായിക്കുകയാണ്. അതായത് എവറിത്തിങ് ക്യാൻ ബി ഡൺ ഇൻ എ ബെറ്റർ വേ. അതായത് ശരിക്കും പറഞ്ഞാൽ നോ ഇറ്റ് ഓൾ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ സക്സസിലേക്ക് എത്തിക്കാതെ നമ്മളെ പിറകോട്ട് വലിക്കുന്ന രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റൽ ഈഗോ. എന്താണ് ഇത്തരത്തിലുള്ള ഈഗോ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മളങ്ങ് ജഡ്ജ് ചെയ്യുകയാണല്ലേ. എന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ പല ആൾക്കാരെയും മീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ തന്നെ അങ്ങ് പറയണോ, അവരങ്ങ് ഇതിനകത്തൊന്നും വന്നാൽ ഒന്നും ചെയ്യത്തൊന്നുമില്ല, ചുമ്മാ നമ്മുടെ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി ഒന്ന് പരിചയപ്പെടുത്താവുന്നുള്ളൂ, അങ്ങനെ അങ്ങ് പറയണം. പക്ഷെ നമ്മള് ഒന്ന് പറയും, പക്ഷെ നമ്മൾ ചെയ്യത്തില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് ആത്മാർത്ഥമായിട്ട് ബിസിനസ്സായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നേ. പല അനുഭവങ്ങളും നമുക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മള് അവിടെ ഒരു ജഡ്ജ്മെന്റ് വെക്കുകയാണ്, ഓ അവരൊന്നും ചെയ്യത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ഒരാൾ ഒരു നല്ല ശരിക്കും പറഞ്ഞ ഒരു എന്താണ് ഒരു നല്ല കാർ എടുത്തു അല്ലെങ്കിൽ ഒരു നല്ല വീട് വെച്ചാൽ ഇത് കാണുമ്പോൾ തന്നെ നമ്മളങ്ങ് തീരുമാനിക്കുകയാണ് അയാൾ എന്തോ എന്താണ് അതായത് മോശമായ കാര്യത്തിൽ കൂടെ കുറെ പൈസ സമ്പാദിച്ചു എന്നൊക്കെ അങ്ങ് നമ്മൾ ഓരോ കാര്യങ്ങൾ എന്താണ് ജഡ്ജ് ചെയ്യുകയാണ്. അപ്പൊ പക്ഷെ ശരിക്കും പറഞ്ഞാല് അയാള് എന്താണ് വളരെ കഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ അധ്വാനിച്ചു കൂട്ടി വെച്ച് ഉള്ള പണം കൊണ്ടായിരിക്കാം അതൊക്കെ നേടിയത്. പക്ഷെ എന്താ പറയണ്ടേ, ശരിക്കും പറഞ്ഞാല് നമ്മൾ പുറമേ നിന്ന് വിചാരിക്കും അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പക്ഷെ ശരിക്കും അവരൊരു നല്ലൊരു ഫാമിലി മാൻ ആയിരിക്കാം. പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കുകയാണ്, ഒരു വിധി അങ്ങ് എഴുതുകയാണ്. പക്ഷെ എന്താണ് ഈ വിധി എഴുതുകൊണ്ടുള്ള കുഴപ്പം എന്താന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ ഒരു തോന്നൽ ജനിക്കുകയാണ്, അപ്പൊ എനിക്ക് ഇതുപോലെയൊന്നും ആവാൻ കഴിയില്ല. കാരണം എന്താണ്, ഞാൻ സത്യസന്ധമായിട്ട് ചെയ്യുന്നതാണ്, ഞാൻ നല്ല സ്റ്റേറ്റ് ഫോർവേഡ് പോകുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ നന്നായി കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ ആ വ്യക്തി ഇങ്ങനെയൊന്നും അല്ലാത്തതുകൊണ്ടാണ് സമ്പന്നനായി ജീവിക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ട് എന്താണ് ഓരോ പൊട്ട ചിന്തകൾ എന്ന് വേണേൽ പറയാം അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് താനെ അതായത് നമ്മളെ സംബന്ധിച്ച് എന്ത് പറയണേ, ഈ ക്വാളിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരിക്കലും നല്ല രീതിയിലേക്ക് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പം ഈ ഒരു തോട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു ജഡ്ജ്മെന്റ്, മറ്റുള്ളവരെ നമ്മൾ കുറ്റം വിധിക്കുക അല്ലെ, നമ്മൾ അങ്ങോട്ട് ജഡ്ജ് ചെയ്യാതെ. അപ്പം ശരിക്കും പറഞ്ഞാല് നമ്മുടെ തലച്ചോറില് ശക്തമായിട്ട് നമുക്ക് വരികയാണ് ചെയ്യുന്നത് അനാവശ്യമായ ജഡ്ജ്മെന്റുകൾ വിധിക്കാതെ. അതായത് നമ്മൾ ജഡ്ജ്മെന്റൽ ഈഗോയ്ക്ക് നമ്മൾ സ്ഥാനം കൊടുക്കാതെ ശരിക്കും പറഞ്ഞാല് അതായത് നമുക്ക് എന്താണ് എല്ലാവരെയും സമന്മാരായിട്ട് കാണുക, നേരത്തെ പറഞ്ഞ എന്താണ് ഈക്വലോടുകൂടി നമ്മൾ എല്ലാവരെയും കാണാനായിട്ടും ഒക്കെ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഈ ജഡ്ജ്മെന്റൽ ഈഗോയെ അതിജീവിക്കുക എന്നതാണ് നമ്മൾ സക്സസിലേക്ക് എത്താനായിട്ട് നമ്മൾ ആരെയും കുറ്റം വിധിക്കാൻ പോകണ്ട. നമ്മൾ ഒരാളെ കാണുമ്പോൾ ഇയാൾ ഇങ്ങനെയാണ് അയാൾ അങ്ങനെയാണ്, നമ്മള് ആരൊക്കെ നമ്മളോട് നമ്മുടെ പേരൻസ് ആണെങ്കിൽ ശരി, നമ്മുടെ ഗുരുക്കന്മാരൊക്കെ ആണെങ്കിൽ ശരി, നമ്മൾ അങ്ങനെ നല്ല ചിന്താഗതിയുള്ളവരാകണോ അല്ലെ നല്ലതായിട്ട് നല്ല ശുദ്ധഗതിക്കാരായിട്ട് നമ്മൾ ജീവിക്കണം എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. അപ്പൊ നമ്മളിങ്ങനെ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ വളരെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ചിന്തകളായിക്കോട്ടെ, നമ്മുടെ സ്വഭാവങ്ങളൊക്കെ ആയിക്കോട്ടെ, അത് ആര് മാറ്റണം? നമ്മൾ തന്നെ മാറ്റാതെ എത്രയൊക്കെ നമ്മൾ കേട്ടാലും എത്രയൊക്കെ ക്ലാസ്സുകൾ കേട്ടെന്ന് പറഞ്ഞാലും നമ്മളൊന്ന് തീരുമാനിക്കുക, എനിക്ക് മാറണം, എനിക്ക് വിജയിക്കണമെങ്കിൽ എൻ്റെ ഇന്ന ദുശ്ശീലങ്ങൾ എനിക്ക് മാറ്റണം എന്നുള്ള ചിന്തയോടുകൂടി തന്നെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും നമുക്ക് സക്സസിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്ക്യൂസ് ഈഗോ അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതും ഒരു ഈഗോയാണ് കേട്ടോ അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈഗോയ്ക്ക് എപ്പോഴും
എന്താണ് ഇഷ്ടം, എക്സ്ക്യൂസ് പറയാനാണ് താല്പര്യം. അതായത് ഉത്തരവാദിത്വം എടുക്കാൻ നമ്മൾ തയ്യാറാകത്തില്ല. എന്തുകൊണ്ടാണ് വൈകി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു എക്സ്ക്യൂസ് കണ്ടെത്തും അല്ലെ? ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളുടെ ഒരു പ്രോഗ്രാമാണ്. അപ്പം ശരിക്ക് ഇനിയിപ്പോ ഇന്ന് നമുക്ക് തൃശ്ശൂർ പ്രോഗ്രാം ഉണ്ട്, നാളെ എന്താണ് പെരുമ്പാവൂർ നമുക്ക് NTUP ഉണ്ട്. അപ്പൊ നമ്മൾ നാളെ പെരുമ്പാവൂർ ഞാൻ പോകണമെങ്കിൽ അത് നാളെ രാവിലെയല്ല തീരുമാനിക്കണം അല്ലേ? 2 ദിവസം മുന്നേ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യണം. അപ്പം നമുക്ക് എന്താണ് വഴിയിൽ ബ്ലോക്ക് ഉണ്ടാകും. അപ്പം ശരിക്കും ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ ഇറങ്ങണം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ കാലേക്കൂട്ടി തന്നെ പ്ലാൻ ചെയ്യണം. അപ്പം നമ്മൾ ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ നമ്മൾ മിക്കപ്പോഴും തന്നെ നമുക്ക് എവിടെ പ്രോഗ്രാം തുടങ്ങിയാലും നമുക്ക് കറക്റ്റ് ടൈമിന് നമുക്ക് സാധിക്കാറില്ല. കാരണം എന്താണ്? നമ്മളെല്ലാവരും എന്താണ് ഒരു പ്രോഗ്രാമിന് വരാൻ എന്തുകൊണ്ടാണ് വൈകിയെന്ന് ചോദിച്ചാൽ അവിടെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് നമ്മൾ കാണും. ഒന്നെങ്കിൽ വണ്ടി കിട്ടാൻ പറ്റിയില്ല, അല്ലെ നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല, എന്തെങ്കിലുമൊക്കെ പലതരം എക്സ്ക്യൂസുകൾ നമ്മൾ പറയാറുണ്ട്. അപ്പം ശരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഈ എക്സ്ക്യൂസുകൾ നമ്മൾ കണ്ടെത്തി പറയുന്നത് അല്ലെ? എന്താണ് എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാല്? എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ എന്ത് ചെയ്യുക, വെൽ പ്ലാൻഡ് ആയിട്ട് പറയുന്ന കള്ളത്തരമാണ് എക്സ്ക്യൂസ് എന്ന് പറയുന്നത്. അപ്പം നമ്മള് പ്ലാൻ ചെയ്ത് പറയുന്ന ഒരു കള്ളത്തരമാണ് എക്സ്ക്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. പരാജയപ്പെടുന്ന ആളുകൾക്ക് പറയാനായിട്ട് 1000 എക്സ്ക്യൂസുകളുണ്ട് അല്ലെ? അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഒത്തിരി ഞാനത് അതിനെപ്പറ്റി അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വെൽ പ്ലാൻഡ് ആയിട്ട് നുണ പറയണോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്നേ, വേറെ ആരെയും നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അതോ നമ്മുടെ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? നമ്മളാണല്ലേ, മറ്റൊരാളുമല്ല. അപ്പം എക്സ്ക്യൂസ് ഈഗോയെ അതിജീവിക്കാതെ ഒരു വ്യക്തിയും സമ്പന്നനാവില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയും സക്സസിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. അപ്പം ഒരു വ്യക്തിക്കും വിജയിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ള. അപ്പൊ എക്സ്ക്യൂസ് ഈഗോ പറയുന്ന ശീലം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എക്സ്ക്യൂസ് പറയുന്ന ശീലത്തെ നമ്മൾ അതിജീവിക്കാനായിട്ട് തീരുമാനം എടുക്കണം നമ്മൾ. കാരണം നമുക്ക് എല്ലാവർക്കും എക്സ്ക്യൂസ് നമ്മളെല്ലാവരും പറയും അല്ലെ? എല്ലാവരും പറയാറുണ്ട് എക്സ്ക്യൂസ്. അപ്പം ശരിക്കും നമ്മളൊന്ന് ചിന്തിക്കുക, കുറെയൊക്കെ നമ്മൾ എന്താണ് അങ്ങനെയുള്ള എക്സ്ക്യൂസുകൾ പറയാതെ നമ്മൾ നോക്കുക. കാരണം നമ്മളെ എന്താണ് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ ഫോക്കസ് എന്താണോ, അല്ലെ നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, അടുത്ത ആഴ്ച തന്നെ പ്രോഗ്രാം ഉണ്ട്, നമ്മൾ അവിടെ എത്തിച്ചേരണം നമ്മളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക അല്ലെ? നമ്മുടെ ഫോക്കസ് ഉള്ളി ആ ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കണം. അന്നേരം നമ്മളെ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും നമ്മളെ അവിടെ പുറകോട്ട് വലിക്കത്തില്ല. പക്ഷെ നമ്മളുടെ മനസ്സ് അതിനെ ഒന്ന് സ്റ്റേബിളായിട്ട് നിർത്തുക. കാരണം നമ്മുടെ മനസ്സിൽ ചാഞ്ചാട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരമാണ് നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള എക്സ്ക്യൂസുകൾ പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുമോ? ഇല്ല, ഒരിക്കലും വിജയിക്കത്തില്ല. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് സങ്കടം മാത്രമേ ഉണ്ടാകും, എപ്പോഴും നമുക്കുണ്ടാകും. അപ്പം എക്സ്ക്യൂസ് ഈഗോയെ അതിജീവിക്കാനുള്ള തീരുമാനം എടുക്കുക എന്നുള്ളതാണ് 4മതായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടതായ കാര്യം എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ നുണ പറയാതിരിക്കുക. എക്സ്ക്യൂസ് കേട്ടോ നമ്മൾ വിചാരിച്ചോളൂ അതൊരു നുണ പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി തക്കതായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 99% എക്സ്ക്യൂസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പ്ലാൻ ചെയ്ത് വെച്ചൊരു നുണ പറയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ബൈ പ്രാക്ടീസിലൂടെ എല്ലാ കാര്യങ്ങളും അല്ലെ? നമ്മൾ ഇന്ന് വരെ ജീവിച്ചു വന്നൊരു സിറ്റുവേഷനിൽ പെട്ടെന്ന് അങ്ങനെ മാറണം ഇങ്ങനെ മാറണം എന്ന് പറഞ്ഞ ആൾക്കാർ, പക്ഷെ ബൈ പ്രാക്ടീസിലൂടെ നമ്മൾ നമ്മുടെ ബ്രെയിനിലേക്ക് എന്ത് കൊടുക്കുന്നു, നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, അത് നമ്മൾ നാളെ ആയിത്തീരും. അല്ലെ നമ്മളെ പ്രകൃതി പോലും അതിലേക്ക് നമ്മൾ എത്തിച്ചു. അപ്പം ആദ്യം എന്തുണ്ടായിരിക്കണം, നമുക്ക് മനസ്സുണ്ടാകുക അല്ലെ? നമ്മളാണ് അല്ലെ ഇതിനെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ചുക്കാലെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഉള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സക്സസിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അതർ പീപ്പിൾസ് ഒപ്പീനിയൻ ഈഗോ. മറ്റുള്ള ആളുകൾ എന്ത് പറയും അല്ലെ? മറ്റുള്ള ആളുകൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും അഭിപ്രായം, ഇങ്ങനെ ചെയ്താൽ അവരൊക്കെ എന്നെ മോശം പറയത്തില്ലേ, അവർക്ക് എന്നോട് പിണക്കം വരില്ലേ? ശരിക്കും പറഞ്ഞാല് എന്താ പറയണ്ടേ,
നമുക്ക് ഇപ്പം ഇങ്ങനെയുള്ള പല പല ചിന്തകളൊക്കെ നമുക്ക് വരാറുണ്ട് അല്ലേ? ഈ ശരിക്കും ഈ ഒരു ജോലിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാവോ മറ്റുള്ള ആൾക്കാർ എന്നാ ചിന്തിക്കും, ഞാനിങ്ങനെ എന്താ പറയണ്ടേ, ഇത് സമൂഹത്തിൽ നല്ലൊരു ജോലിയാണോ ഈ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ചിന്തകൾ നമ്മൾ ചിന്തിക്കുകയായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഈഗോ, ഇതിനെ അതിജീവിക്കാൻ നമ്മൾ തയ്യാറാകുക എന്നാണ് ശരി. അല്ലെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ന്യായമായ കാര്യങ്ങൾ, അല്ലെ നിയമപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചിരുന്നാൽ എന്തെങ്കിലും വല്ലതും നമുക്ക് ഇവിടെ നേടാൻ പറ്റുമോ? അല്ലെ മറ്റുള്ള ആളുകളെ സംതൃപ്തിപ്പെടുത്തി അല്ലെ അവരെ സന്തോഷിപ്പിക്കാൻ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അയ്യോ ഞാനത് ചെയ്താൽ അവരെന്നാ വിചാരിക്കും, ഇവരെന്നാ വിചാരിക്കും, നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് നേടിയിട്ട് നമുക്ക് എവിടെങ്കിലും രക്ഷപ്പെടാണ്ട് സാധിക്കുമോ? അല്ലെങ്കിൽ ഒരു പീപ്പിൾ പ്ലഷർ ആയിട്ടുള്ള അല്ലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയും ഇന്നിവിടെ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വ്യക്തികൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയും ആ തീരുമാനങ്ങൾക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് നേടിയെടുക്കുന്നവർ മുന്നോട്ട് ശക്തമായി പോവുകയും ചെയ്ത, ഒരുപാട് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത വ്യക്തികളാണ് ഇന്നിവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ളത് അല്ലെ? അതുപോലെ പല സമ്പന്നരായ വ്യക്തികളും ഒക്കെ തന്നെ, അതായത് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു, നമുക്ക് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ നമ്മളോട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് അല്ലെ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ, നിനക്ക് വീട്ടിലെങ്ങാനും ഇതിനോടൊന്ന് ചോദിച്ചാൽ മതി അല്ലെ, പിന്നെ അപ്പോഴത്തേക്കും നമുക്ക് ആകെ കൺഫ്യൂഷൻ ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ എന്ത് ചെയ്യാ, അതർ പീപ്പിൾസ് ഒപ്പീനിയൻ ഈഗോ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിച്ചേ പറ്റുള്ളൂ. മറ്റുള്ളവർ എന്ത് പറയും അല്ലെ എന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ വേണ്ടത്ര ഫലപ്രദമാക്കാതെ മുന്നോട്ട് പോകുന്ന ആ ഒരു രീതി നമുക്ക് അവസാനിപ്പിച്ചേ മതി. നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് മുന്നോട്ട് പോവുക. നമുക്കും അതിനെ അതിജീവിക്കണം. ശരിക്കും ഈ ഒരു അതർ പീപ്പിൾ ഒപ്പീനിയൻ എന്നുള്ള ആ ഒരു ഈഗോ നമ്മൾ മാറ്റി വെക്കുക. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാല് ഡു ഇറ്റ് യുവർ സെൽഫ് ഈഗോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതും എന്താണോ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്താലേ ശരിയാകത്തുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ് അല്ലെ. ഇപ്പൊ നമ്മളുടെ എന്താണ് ഇവിടെ ഈ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അസോസിയേറ്റ്സിനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്കൊരു പേടിയായിരിക്കാം. അയ്യോ അവർ ചെയ്ത തെറ്റുവോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കും. പക്ഷെ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്തു നോക്കിയാൽ വളരെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, ഞാൻ ചെയ്താലേ ശരിയാകൂ, എല്ലാ കാര്യങ്ങളും എനിക്ക് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ അല്ലെ. ഇതൊക്കെ ഒരു ഈഗോയാണ്. ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ കഴിഞ്ഞും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലേ നമ്മുടെ കൂടെ അല്ലെ നമ്മുടെ സമൂഹത്തില്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അവരിൽ നമുക്ക് എന്ത് ചെയ്യണം, വിശ്വാസം അർപ്പിച്ച് നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. അവർ ചെയ്താൽ ശരിയാകും. നമ്മൾ തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സമയം കിട്ടാതെ വേണം. അപ്പം എന്ത് ചെയ്യാം, ശരിക്ക് അവരെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നോക്കിക്കേ, നന്നായിട്ട് അവർ ചെയ്യും. അതേസമയം നമ്മൾ എന്ത് ചെയ്യാണ്, അയാൾ ചെയ്താല് എന്താണ് ശരിയാവത്തില്ല, ഞാൻ തന്നെ ചെയ്താലേ ശരിയാവൂ, ഇങ്ങനെ അടിയുറച്ച് വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു യൂഗോ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഒന്നും എന്താണ് ഒരു കാര്യവും നമുക്ക് ഏൽപ്പിക്കാൻ കഴിയത്തില്ല. എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് എവിടെയാണോ കഴിവുള്ളത് അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ളത്, ഞാൻ എക്സാമ്പിൾ പറയാം, എന്നെ തന്നെ ഞാൻ പറയാം. ഞാൻ എൻ്റെ അസോസിയേറ്റ്സിലേക്ക് ഞാനൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അവരിങ്ങനെ തെറ്റിച്ചു പോയാൽ നമുക്ക് കറക്റ്റായിട്ട് ഇൻകം കയറേണ്ട ഒരു സംഭവമാണ്, അത് മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ തെറ്റിപ്പോവോ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ എൻ്റെ ടീമിലുള്ള ആൾക്കാരെ ആരും ഞാൻ ഒന്നും പഠിപ്പിക്കുന്നില്ല. ഈ കംപ്ലീറ്റ് കാര്യങ്ങളും ഐഡിയ അടിക്കണം, അതുപോലെ എന്താണ് പിന്നെ കമ്പനിക്ക് ഫണ്ട് ഇടണം, KYC ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ടീം അങ്ങ് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു 1000 പേരുടെ കാര്യം ഞാൻ തന്നെ ചെയ്താൽ എങ്ങനെ ഇരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആ സമയത്ത് ലൈഫ് ലോങ് നമ്മൾ എത്രത്തോളം ഞാൻ ഇതിനകത്ത് പറയും, ഞാൻ എൻ്റെ ജീവിതാവസാനം മുഴുവൻ ഐഡിയ അടിച്ചും ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തും ഇത് തന്നെയായിരിക്കും എൻ്റെ ജോലി. എനിക്ക് വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരിക്കാം, അതെനിക്ക് പരിപോഷിപ്പിക്കാനോ അല്ലെങ്കിൽ എനിക്കും നെക്സ്റ്റ് ലെവലിലേക്ക് എന്താണ് കയറാനോ അല്ലെ എന്നെ അപ്ഗ്രേഡേറ്റ് ചെയ്യാനായിട്ടും എനിക്ക് അല്ലെ എന്നിലുള്ള കപ്പാസിറ്റി വളർത്താനോ ക്യാപ്പബിലിറ്റി വളർത്താനോ ഒന്നും, അല്ലെങ്കിൽ അവനവനെ തന്നെ അങ്ങോ ചിന്തിക്കുക നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അങ്ങോട്ട് വിട്ടുകൊടുക്കുക, നമ്മൾ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. കാരണം ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് മറ്റുള്ള സപ്പോർട്ട് വേണ്ടി വരും.
അല്ലാതെയുള്ള എത്രയോ ആൾക്കാർ, ഞാൻ പറഞ്ഞു നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന അല്ലെ, നമ്മുടെ വാട്സപ്പ് ഇതൊക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് ഇത് ഈ സിമ്പിൾ ആണ്. ആ ഒരു സിമ്പിൾ ആണെന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് ചെയ്തും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ. അപ്പൊ എന്താണ് അവരും വളരും, അവരെന്ത് ചെയ്യും, അവരുടെ കൂടെ ഉള്ളവരെ ഇത് നമ്മൾ വിട്ടുകൊടുക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാല് എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണോ കഴിവുള്ളത് അല്ലെ കപ്പാസിറ്റി ഉള്ളത്, നമുക്ക് എവിടെയാണോ കോമ്പിറ്റൻസി ഉള്ളത് അവിടെ ഫോക്കസ് ചെയ്യാൻ കഴിയാൻ പറ്റത്തില്ല, ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പൊ സക്സസ്ഫുൾ ആകണമെങ്കിൽ കൃത്യമായ ഫോക്കസും ആ ഫോക്കസിനോടൊപ്പം തന്നെ നമുക്ക് എന്തുകൂടെ ഉണ്ടാകണം, കമ്മിറ്റ്മെന്റ് നമുക്ക് കാണിക്കാനായിട്ട് കഴിയണം. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ കമ്മിറ്റ്മെന്റ് കാണിക്കുമ്പോൾ ഫോക്കസ് അവിടെ ചെറുതായി മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോക്കസ് ചെറുതായി മാറുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മിടുക്കനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ നമുക്ക് അത്ര മിടുക്കില്ലാത്ത, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ലതായിട്ട് പ്രസന്റേഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്, നല്ലതായിട്ട് എന്താണ് ശരിക്ക് സ്റ്റേജിൽ പ്രസന്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിക്ക് ആ ഒരു പ്രസന്റേഷനിലേക്ക് എത്തിപ്പെടാനായിട്ട് എന്താണ് മറ്റുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ പിടിച്ചോണ്ടിരുന്ന നെക്സ്റ്റ് ലെവലിലേക്ക് വരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് അത്ര മിടുക്കില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങി തിരിക്കേണ്ടതായിട്ട് നമ്മൾ വരും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡെലിഗേഷൻ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളെ കാര്യങ്ങൾ ഏൽപ്പിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടേ. അല്ലാതെ എല്ലാവരെയും പഠിപ്പിച്ചെടുത്ത് എല്ലാവരെയും പറത്തി വിടുക, അത്ര ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ മാത്രമേ ശരിയാവൂ എന്നുള്ള ആ ഒരു ഈഗോ ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റി വെക്കുന്നേ, അത് പഠിപ്പിച്ചു കൊടുക്കുക. നമുക്ക് എന്താണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അല്ല എന്നാലും നമ്മൾക്ക് സക്സസിലേക്ക് എത്താനായിട്ട് പറ്റുന്ന ഒരു ഏറ്റവും അപകടകരമായിട്ടൊരു സ്റ്റേജാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനകത്ത് വിജയിക്കാനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയണ്ടേ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അല്ലെ ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു യുഗോ എടുത്തു മാറ്റി ചെയ്യേണ്ട ആളുകൾ അല്ലെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയണം എന്നുള്ള ചിന്തയിലേക്ക് മാറാനായിട്ടൊക്കെ നമ്മൾ തയ്യാറാവുകയാണ് ഞാൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഈഗോസും ഇനി ഒത്തിരി 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 ടൈപ്പ് ഈഗോസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇനി അടുത്തൊരു സെഷനിൽ നമുക്കത് കൈകാര്യം ചെയ്യാം. ശരിക്കും പറഞ്ഞാല് എന്താണ് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് എത്രയോ അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ലക്ഷ്യമുള്ളൂ, നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് ഗ്രോ ചെയ്യണം അല്ലെ. അപ്പം ശരിക്ക് ഈഗോ, അതെ ഗിൽട്ട്, ഫ്രസ്ട്രേഷൻ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാല് അതിനെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ തന്നെ നോക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ എന്താവും, ഇതൊക്കെ ഫെയിലിയർ അല്ലെ, തോൽവിയുടെ സന്തത സഹചാരികളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈഗോ, ഗിൽറ്റ്, ഫ്രസ്ട്രേഷൻ ഒക്കെ. അതേസമയം സ്നേഹം, സമാധാനം, സന്തോഷം ഇതൊക്കെയാണ് സക്സസിന്റെ സന്തത സഹചാരികൾ. നമ്മള് എന്താണ് ബിസിനസ്സിൽ ഒരു ബിസിനസ്മാൻ ആയിക്കോട്ടെ, വുമൻ ആയിക്കോട്ടെ, നമ്മൾ ഏത് മേഖലയിൽ ജീവിക്കുന്ന വ്യക്തികളായിക്കോട്ടെ, ഇതുപോലെ എത്രത്തോളം സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, പുഞ്ചിരിയോടുകൂടി, സ്നേഹത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അല്ലെ നമ്മളുടെ പ്ലാൻ പ്രസന്റേഷൻ തന്നെ നമ്മളെ ഹാപ്പിനെസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ നമ്മൾ പുരോഗതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്നും നമ്മൾ ചെയ്ത ആ പഴയ പഴഞ്ച ശീലങ്ങളിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അല്ലെ അൾട്ടിമേറ്റ് സക്സസിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ചേഞ്ച് കൊണ്ട് നമുക്ക് അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാത്തതിന്റെ കാരണം എന്താണ്, ഈ പലപ്പോഴും ഈഗോ ആണെങ്കിലോ അല്ലെ പല ബിസിനസ് ഓണേഴ്സും എല്ലാ തീരുമാനങ്ങളും എന്ത് ചെയ്യും, സ്വന്തമായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിനെയോ അല്ലെ ഒരു മെന്ററിനെയോ ആരും തന്നെ ഉണ്ടാകാറില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു മെന്റർ ഉണ്ടായിരിക്കണം. നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം, ഒരു മെന്റർ ഉണ്ടായിരിക്കണം. അത് നമുക്ക് ആരെ വേണേലും നമുക്ക് ചൂസ് ചെയ്യാം അല്ലെ. നമുക്ക് ഈ ഒരു മെന്റർ ഉണ്ടാകുക എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ സക്സസിലേക്ക് നയിക്കാനുള്ള ആളായിരിക്കണം. അത് ചൂസ് ചെയ്യാനുള്ള അവകാശവും നമുക്ക് തന്നെയാണ്. കാരണം നമുക്കൊരു കൺസൾട്ടന്റോ മെന്ററോ ആരും തന്നെ ഉണ്ടാകില്ല എങ്കിൽ എന്താണ്, നമ്മൾ ആരും പറയുന്ന ഒന്നും കേൾക്കാത്ത ഒരു വ്യക്തിയാണ്
അല്ലെ, എനിക്ക് ഒത്തിരി എല്ലാം അറിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എല്ലാം അറിയാം, എനിക്ക് വേറെ ആരും പറഞ്ഞു തന്നിട്ട് വേണ്ട ഈ ഒരു ബിസിനസ് എനിക്ക് വിജയിക്കാൻ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങും എത്താനായിട്ട് സാധിക്കത്തില്ല. ഒരു ഗ്രേറ്റ് ലീഡറിന്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയാമോ? സ്വയം തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞാല് നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് കുറ്റങ്ങളൊക്കെ വരാം. ഒരാളിൽ ഒരു തെറ്റ് കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ എന്ത് ചെയ്യാം, നമ്മൾ അവരെ ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ചെയ്യാനോ ഒന്നും പോകരുത്. അല്ലെ, ഒരു മനുഷ്യരെല്ലാവരും ബലഹീനരാണ്, എല്ലാവർക്കും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. നമ്മൾ അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും പുറത്തും നമ്മൾ എല്ലാവരും ഒരുപോലെ നിന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കുറച്ച് ആ ഈഗോ പല പല നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് തോട്ട്സ് തന്നെയാണ് ഈഗോ ആയിട്ട് മാറുന്നത്. അപ്പം നമ്മൾ മനസ്സ് വിചാരിക്കുക, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, മറ്റുള്ള ആരുടെയൊക്കെ എന്തൊക്കെ മോട്ടിവേഷൻ കേട്ടാലും എത്ര നല്ല ക്ലാസ്സുകൾ കേട്ടാലും അത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ, പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് വരെ നമ്മൾ എന്തായിരുന്നോ അത് എന്താണ് അതൊന്ന് മാറ്റിപ്പിടിക്കുക. കാരണം ഈ ഒരു ബിസിനസ് വിജയിക്കാനായിട്ട് ഇന്ന് വരെ ഞാൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് നാളെയും അത് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് ചെയ്ത കാര്യത്തിന്റെ റിസൾട്ട് അല്ലേ നാളെ അത് ചെയ്താലും കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് മാറ്റിപ്പിടിക്കുക. നമ്മള് ശരിക്കും പറഞ്ഞാല് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സുപ്രഭാതത്തിൽ നമ്മളൊരു ചേഞ്ച്, എനിക്കിങ്ങനെ പറ്റത്തുള്ളൂ, ഞാൻ അങ്ങനെയുള്ളൂ, ആ ഒരു സ്വഭാവം കൊണ്ട് മാറ്റി വെക്കുക. കാരണം ഇവിടെ നമ്മളെല്ലാവരും സക്സസിലേക്ക് അല്ലെ വിജയിക്കാനായിട്ട് വന്ന ആൾക്കാരാണ്. അപ്പം ശരിക്ക് നമ്മളിലുള്ള കുറവുകൾ നമ്മൾ തന്നെ കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മുടെ മെന്റേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു വിനയം അല്ലെ, നമ്മൾക്ക് ജീവിച്ചിരിക്കുന്ന സമയത്തെ നമ്മുടെ തലയ്ക്ക് വിലയുള്ളന്നേ. അപ്പം നമ്മളൊന്ന് എന്താ പറയുക, ഒന്ന് വിനയാന്യത, ഒന്ന് പൊളൈറ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് മാറാനായിട്ട് നമ്മളൊന്ന് തീരുമാനിച്ചേ. ആരെയും നമ്മൾ കുറ്റം പറയണ്ട, ആരുടെയും നമുക്ക് അതിനൊന്നും നേരമില്ല. കാരണം നമുക്കും നമ്മുടെ കൂടെ ഉള്ളവരെ കറക്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ ഉള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ദൗത്യം നമ്മൾ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം വേറൊരു കാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നമുക്ക് ഇവിടെ സമയമില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പണിയെടുക്കുക. ഇതിനകത്ത് എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് മേഖല എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതൊരു സ്മാർട്ട് വർക്കാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഇതിനകത്ത് ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ ഇതിനകത്ത് വിയർപ്പൊഴുക്കിയവര്, ഇതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്തവർ മാത്രമാണ് ഇതിനകത്ത് സക്സസിലേക്ക് എത്തിച്ചത്. അങ്ങനെ സക്സസിലേക്ക് എത്തിച്ചേരേണ്ടത് നമ്മളൊരു വ്യക്തിയായിട്ട് മാറുക. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വരെ നമുക്ക് എന്തൊക്കെ സ്വഭാവം ഉണ്ടോ അത് നമ്മളൊന്ന് മാറ്റാനായിട്ട്, അയ്യോ എനിക്ക് ഇന്ന കുറ്റമുണ്ട്. നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് ആയിരിക്കാം, നമ്മുടെ മെന്റേഴ്സ് ആയിരിക്കാം, നമ്മുടെ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ, അത് മാറ്റണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരാണ് എന്നെ ഉപദേശിക്കാൻ വന്നത്, അങ്ങനെ ചിന്തിക്കാതെ എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെ നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരിക്കാൻ നമ്മളോട് പറയുന്നത് അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സ് അംഗീകരിച്ച് അതൊന്ന് നമ്മൾ അനുസരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ അവിടെ തുടങ്ങി നമ്മുടെ ലൈഫിന്റെ സക്സസ്. അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇന്നുവരെ നമ്മളിൽ എന്തൊക്കെയുണ്ടോ ആ ദുശീലങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ നമ്മുടെ കൂടെ വന്നവര് നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ബൈ പ്രാക്ടീസിലൂടെ, ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, ബൈ പ്രാക്ടീസിലൂടെ എനിക്ക് മാറണം, എനിക്ക് നല്ലൊരു വ്യക്തിത്വം, അവരവരുടെ വിശ്വസിക്കുന്ന മതഗ്രന്ഥങ്ങളും ഒക്കെ നമ്മളൊന്ന് സ്റ്റഡി ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിലൊക്കെ തന്നെ എല്ലാം അല്ലെ, ദൈവം എന്ന് പറയുന്ന എല്ലാ മനുഷ്യരിലും നന്മ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നല്ല നന്മയുള്ള വ്യക്തികളായിട്ട് മാറുക, നല്ല വിനയമുള്ള വ്യക്തികളായിട്ട് മാറുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ഈ ഒരു സുപ്രഭാതത്തിൽ പറയാനായിട്ട് എനിക്ക് ഉള്ളൂ. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളിലൊരു ചേഞ്ച് വരുത്തിയാൽ ഞാൻ ഇന്ന് ഈ ഒരു നിമിഷം ഞാൻ ധന്യയായി. ഓക്കെ, thank you all my great leaders. ഹലോ, Thank you, Mary. താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞ മിനിമാമിന്റെ ക്ലാസ്, ഈഗോ ഇല്ലാത്തവരാരും ഇന്ന് ഈ ഭൂമിയിലേ ഇല്ല. എല്ലാവർക്കും ഉണ്ട് ഈഗോ. അതുപോലെ തന്നെ കുശുമ്പ് ഒക്കെ മനുഷ്യർക്കുള്ളതാണ്. പക്ഷെ അതൊക്കെ അമിതമാകുമ്പോഴാണ് ദോഷം വരുന്നതെന്നാണ് ടീച്ചർ പറഞ്ഞത്. നമുക്ക് മറ്റൊരാള് എന്താ പറയാ വൈൻഡപ്പ് ചെയ്യാൻ മനസ്സാറില്ല, ഞാൻ ചെയ്തോളാനാണ് മാം പറഞ്ഞേക്കണത്. അപ്പം 7 മണിക്ക് വൈൻഡപ്പ് ചെയ്യാം. അതുവരെ ഒരു രണ്ട് മനസ്സിൽ തോന്നിയ 2 കാര്യം മാം ഇപ്പൊ പറഞ്ഞതില്, നമുക്ക് നമ്മുടെ കുടുംബത്തായാലും നമ്മളൊരു മകന്റെയോ മകളുടെയോ ഒക്കെ വിവാഹം വരുമ്പോഴും അവിടുത്തെ ഏറ്റവും വലിയ തിളങ്ങുന്ന താരം അച്ഛനും അമ്മയായിരിക്കും. എല്ലാവരെയും സ്വീകരിക്കുക,
അതുപോലെ മാമിന്റെ ഒക്കെ മീറ്റിങ്ങിന് കോട്ടയത്ത് ചെന്നാൽ ഒരു കുര്യക്കോസ് സാറുണ്ട്, പിന്നെ ഡെമോ തരുന്നൊരു സാറിന്റെ പേര് ഞാൻ മറന്നുപോയി. അവരൊക്കെ വളരെ വിനയത്തോടെയാ നമ്മളെ ആ മീറ്റിങ്ങിലേക്ക് സ്വീകരിക്കുന്നത്. എപ്പോഴും ഞാൻ ആലോചിക്കും, കേൾക്കാൻ പറ്റുന്നില്ലേ? ജയമോഹൻ സാർ ജയമോഹൻ സാർ നല്ല ഡെമോ ഒക്കെ കാണിക്കുന്നത്, നല്ല അടിപൊളി. അപ്പൊ ഇവരെല്ലാവരും വളരെ സ്നേഹത്തോടെ, അപ്പോഴൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഓർക്കും നമ്മളൊരു കല്യാണ മണ്ഡപമാണ് ഞാൻ ഓർക്കണേ. നമ്മളെ സ്വീകരിക്കാൻ ഇങ്ങനെ നിൽക്കുക അവര് നല്ല സ്നേഹത്തോടെ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ആ മീറ്റിങ്ങിലേക്ക് പോകാൻ തോന്നും. മാം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് പല മേഖലയിലും വർക്ക് ചെയ്തപ്പോ എന്നൊരു അനുഭവം പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട് ഈഗോയും കുശുമ്പും. ഗൾഫിൽ വരെ പറയും മലയാളിപ്പാരാന്ന്. അപ്പൊ അതൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ അത് അമിതമായാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ ഈ മേഖലയിലേക്ക് വന്നത് ഞാനൊരു പേഷ്യന്റ് ആയിട്ടാണ്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഹാപ്പിനെസ്സും സന്തോഷവും കൂട്ടായ്മയും, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ സന്തോഷവും ചിരിയും. നമ്മൾ നാളെ നേരം വെളുത്തെണീക്കുമെന്ന് അറിയാൻ പാടില്ല അല്ലെ? അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമയോടും സ്നേഹത്തോടും മറ്റൊരാൾ വിജയിക്കുന്ന കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുക ചെയ്യേണ്ടത്. എനിക്ക് അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചോളം എന്റെ കഴിവിനനുസരിച്ച് ഞാൻ വിജയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതെന്റെ കൂടെ നിൽക്കുന്നവരുടെ മറ്റേ നമ്മുടെ യൂനസ് ഭായി ആണെങ്കിലും അഭിലാഷ് സാറാണെങ്കിലും എൻ്റെ ലീഡേഴ്സ് ആണ്. അവരുടെ ഒരു ഹെൽപ്പൊക്കെ എനിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും, ആരെയും ഒന്നും മാറ്റി പറയാനില്ല. അപ്പൊ എല്ലാവരും മാം പറഞ്ഞതുപോലെ ഈഗോയും കുശുമ്പും അമിതമായാൽ നമ്മൾ നശിക്കത്തേ ഉള്ളൂ. എന്നാ പിന്നെ നമ്മ 7 മണിയാവാൻ പോണു. സാർ നമുക്ക് സ്വാഗതം ചെയ്യാം. ജയമോഹൻ സാർ മൈൻഡ് ചെയ്യാൻ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് ജയമോഹൻ സാർ. കേൾക്കാലോ അല്ലേ? ഗുഡ് മോർണിംഗ്. ഒരുപാട് ലീഡേഴ്സിൽ നിന്നും, വാല്യബിൾ ആയിട്ടുള്ള ലീഡേഴ്സിൽ നിന്നും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടാമത് കേൾക്കുന്നതാണ്. എന്നാലും നമുക്ക് എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് ഈഗോ എന്ന് പറയുന്ന ആ 3 അക്ഷരം എന്ന് പറയുന്നത്. എനിക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ 6 കാര്യങ്ങൾ ഞാൻ അതിനകത്ത് നിന്ന് കുറിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ 6 കാര്യങ്ങളും എനിക്ക് വേണ്ടത് തന്നെയാണ്. കാരണം ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ പഠിക്കാതെ പറ്റത്തില്ല. കാരണം പല ആളുകളും പലപ്പോഴും മനുഷ്യനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഞാനാണോ വലിയവൻ, നീയാണോ വലിയവൻ എന്നുള്ള ഒരു, ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ഒരു സംസാര വിഷയമാണ് അവിടെ നടക്കുന്നത്. ഒരു കുടുംബം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഭാര്യയാണോ വലുത്, ഭർത്താവാണോ വലുത്, ഭാര്യയാണോ, ഇവർ രണ്ടുപേരുമാണോ വലുത് എന്നുള്ളൊരു ചിന്ത പലപ്പോഴും നമുക്ക് പല കുടുംബങ്ങളിലും നമുക്ക് കേൾക്കാൻ സാധിക്കാറുണ്ട്. ഇവിടെ നമുക്കറിയാം ഈഗോയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മിനിമാഡം സംസാരിച്ചു. എനിക്ക് തോന്നുന്നത് ഈഗോയെ കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള നിലയിലുള്ള ക്ലാസ് എടുത്തു തന്നത് എന്നത് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്. ആദ്യം തന്നെ ഞാൻ മിനിമാഡത്തിലെ കോട്ടയത്തിന്റെ അയൺ ലേഡി എന്ന് നമ്മുടെ ഗീതാമാഡം വിശേഷിപ്പിച്ച ആ വാക്കുകളിൽ ഒട്ടും മാറ്റു കുറയാതെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കോട്ടയത്തിന്റെ അയൺ ലേഡി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഉരുക്ക് വനിത എന്നൊക്കെ പറയുന്ന മിനിമാഡത്തിനെ ഒരിക്കൽ കൂടി KBSന്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയാൻ കാരണം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിൽ ചെന്നപ്പോ മാതാവും പിതാവും ഇരിക്കുന്ന ആ ഒരു വേദിയിൽ കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം അവർ വിദേശത്താണ്. അവരിവിടെ വന്ന് സംസാരിച്ചു. പല കാര്യങ്ങളും അവർ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ കേട്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പനോടും അമ്മയോടും പറയുകയാണ്, എനിക്കെല്ലാം അറിയാം, ഐ നോ എന്നാണ് അവർ പറയുന്നത്. എനിക്കെല്ലാം അറിയാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ മുഖത്ത് യാതൊരു തരത്തിലുള്ള പ്രതികരണം പോലും ആ മക്കളുടെ മുൻപിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ചെന്നത് കൊണ്ടാണോ ഇനി എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ അല്പസമയം അവിടെ ഒന്ന് ചിന്തിച്ചു പോയി. എൻ്റെ ജീവിതത്തിലെ എൻ്റെ പല കാര്യങ്ങളും ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു പോയി. പല ആളുകളും അങ്ങനെയാണ്. നമ്മൾ കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് താരാട്ട് പാടി ഉറക്കുക. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മെന്റർ ആരാന്ന് ചോദിച്ചാൽ അത് അമ്മയാണെന്ന് പറയും. ആദ്യത്തെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടിവേറ്റർ ആരാണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറയേണ്ട ആൻസർ എൻ്റെ അമ്മയാണെന്നാണ് പറയേണ്ടത്. പല കാര്യങ്ങളും അവർ പറയേണ്ടത് എൻ്റെ പേരൻസ് ആണെന്ന് പറയേണ്ട ആ കുഞ്ഞുങ്ങൾ അവരെ ഹറാസ് ചെയ്ത് സംസാരിക്കുന്നത്, എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ഹറാസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ആ വീട്ടിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ഞാനാണ്. ഞാൻ ഒരു നിമിഷം എന്നെ ഒന്ന് ചിന്തിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളും ഇതുപോലെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ തുറന്നു പറയാൻ ഒരു സാഹചര്യം നിലവിലില്ല, അല്ലെ? തന്റെ മക്കൾ തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കണമെന്നാണ് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, സമൂഹം പറയുന്നതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കെ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലേക്ക് എനിക്കും വന്നു. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർ മിണ്ടാതിരിക്കുന്നത് കണ്ടു തന്നെയാണ് എനിക്ക് അത്രയും ബുദ്ധിമുട്ട് വന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഇവിടെ അവിടെ ഒന്ന് താന്നു കൊടുക്കുന്നത് കൊണ്ട് എന്താണ് ബുദ്ധിമുട്ട്? ശരിക്കും ആ മാതാപിതാക്കൾ കാരണമല്ലേ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത്രയും പറയാനുള്ള ആ ഒരു പ്രചോദനം ലഭിച്ചത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ഞാൻ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇന്ന് നീ വലിയൊരാളായി മാറി, പക്ഷേ ഒരു കാലത്ത് നീ കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രചോദനവും തന്ന് നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഈ പേരൻസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ നീയും ഈ പേരൻസിന്റെ പ്രായത്തിലേക്ക് വരും. ഞാൻ അവന് കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷയാണെന്ന് അവൻ എന്നോട് പിന്നീട് പറയാനിടയായി തീർന്നു. നീയും നാളെ ഒരു പേരൻസായി മാറും, നിനക്ക് കുട്ടികളുണ്ടാവും. നാളെ അവരും നിന്നോട് ഇതുപോലെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന സാഹചര്യം നിലനിൽക്കെ നിനക്കും അപ്പോഴാണ് ഇതിന്റെ മറുപടി ലഭിക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്കിളെ ശരിയാണ്, അങ്കിൾ പറഞ്ഞു ശരിയാണ്, ഞാൻ ആ സമയത്ത് ഞാൻ അത് ഓർത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. കാരണം ഈഗോയാണ് അവിടെ വർക്കൗട്ട് ചെയ്തത്. കാരണം ഈ കുട്ടി പുറത്തേക്ക് പോയ സമയത്ത് എനിക്കെല്ലാം അറിയാം എന്ന്, എൻ്റെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ, എൻ്റെ വേണ്ടപ്പെട്ടവരെക്കാൾ കൂടുതൽ എല്ലാം അറിയാം എന്നുള്ളൊരു ചിന്ത ആ കുട്ടിയുടെ ജീവിതത്തിൽ എങ്ങനെയോ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്തപ്പോഴാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കാൻ ഇടയായി തീർന്നിട്ടുള്ളത്. ഞാൻ പറയാൻ കാരണം, ഇവിടെ ബിസിനസ്സിലാണെങ്കിലും പലപ്പോഴും പല ആളുകളും പല കമ്പനികളിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബിസിനസ്സിൽ ഒരാളുടെ വളർച്ചയെ, ഇവിടെ ഗീതാ മാഡം പറഞ്ഞതുപോലെ, ഒരാളുടെ വളർച്ചയെ എപ്പോഴും നമ്മൾ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. മറിച്ച് നമുക്ക് വളർച്ചയില്ലെങ്കിലും നമ്മൾ അഭിനന്ദിച്ചാൽ, വളരെ അസന്നിഗ്ധമായിട്ട് അടിവരയിട്ട് ഞാൻ പറയാം, നമ്മൾ ഒരാളെ ബിസിനസ്സിൽ അഭിനന്ദിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ അഭിനന്ദിക്കുന്ന ഒരു കാലം വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പലപ്പോഴും പല ആളുകളുടെ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ പല ലീഡേഴ്സും പറയാണ്ട് കൈയടിക്കണമെന്ന് പറയാറുണ്ട്. കൈയടിക്കുന്നതും ഒരു അഭിനന്ദനം തന്നെയാണ്. പക്ഷേ ഈഗോ വർക്കൗട്ട് ചെയ്യുന്നു. ഞാൻ എന്തിനു വേണ്ടിയിട്ട് അവർ കൈയടിക്കണം? ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ ലീഡർ ആയിരിക്കും സംസാരിക്കുന്നത്. ആ ലീഡർ ഞാനുമായിട്ട് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവാം. ഞാൻ എന്തിനു വേണ്ടി കൈയടിക്കണം? ഞാൻ എന്തിനു വേണ്ടി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം? ഞാൻ എന്തിനു വേണ്ടി വർക്ക് ചെയ്യണം? ഞാൻ വർക്ക് ചെയ്താൽ ലീഡർ അങ്ങനെ വരുമാനം വാങ്ങണ്ട. ഇങ്ങനെയുള്ള ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടെന്നുള്ള വസ്തുത മനസ്സിലാക്കുക. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ളത്, നമ്മൾ എന്ന് പറയുന്ന വ്യക്തി നാളെ ഈ എല്ലാ മേഖലകളിലും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. പുതിയതായിട്ട് കടന്നു വന്ന ഒരു അസോസിയേറ്റ്സ് ആയിക്കോട്ടെ, ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരും നാളെ ഒരു ലീഡേഴ്സിന്റെ മേഖലയിലൂടെ കടന്നു പോകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ KBCയുടെ ഗ്രൂപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ലീഡേഴ്സ് ആയിട്ട് മാറുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് വളരെ വലിയൊരു അച്ചീവ്മെന്റ്സ് വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ മനോജ് സാറിനെ കുറിച്ച് വാനോളം പോളിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അദ്ദേഹം ഒരു ലീഡറായി മാറാൻ എടുത്ത എഫേർട്ട്, അല്ലെ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ കിടന്നു, കുപ്പിവെള്ളം കുടിച്ചു, അദ്ദേഹം വണ്ടിക്ക് കാശില്ലാഞ്ഞിട്ട് നടന്നുപോയി, പല ആളുകളുടെ സ്കൂട്ടറിൽ കൈ കാണിച്ചു പോയി. അങ്ങനെ നേടിയെടുത്ത ഒരു വിജയമാണ് ഇന്ന് അദ്ദേഹം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നാണ് അദ്ദേഹം ആഘോഷിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം ആഘോഷിക്കുന്ന വിജയത്തിന്റെ പിൻപിൽ ഒരുപാട് കഷ്ടതയും പ്രയാസവും വേദനയും നിന്ദയും പരിഹാസവും ദുഷിയും ഒക്കെ ഉണ്ടെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും സ്റ്റേജിൽ അദ്ദേഹത്തെ പൊക്കി പറയാറുണ്ട്. കാരണം ഇതുപോലെ തന്നെ ഡാൻസാറിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടുപേരെ കുറിച്ച് ഞാൻ വാനോളം പറയാറുണ്ട്. കാരണം എനിക്ക് പ്രചോദനം നൽകുന്ന ഈ രണ്ടുപേരുമാണ്. കാരണം ഇവരനുഭവിച്ച കഷ്ടതകൾ, ഇവര് നേരെ മറിച്ച് ഇവരുടെ അപ്പൻ പണക്കാരനാണെങ്കിൽ, അല്ലെ അപ്പൻ്റെ അപ്പൻ പണക്കാരനായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പിതാവ് പണക്കാരനാണെങ്കിൽ ഇദ്ദേഹവും പണക്കാരനായി മാറും. ഒരു സുപ്രഭാതത്തിൽ പണക്കാരനായി മാറിയതല്ല, അനുഭവിച്ച കഷ്ടതകൾ. ഈ കഷ്ടതകൾ അനുഭവിച്ച് കയറി വന്ന വ്യക്തി നമ്മുടെ അടുത്ത് നിന്ന് വന്ന് പെർഫോം ചെയ്യുമ്പോൾ പുതിയതായി കടന്നു വന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ആ ഒരു ഗമ, അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ പവർ, ഇങ്ങനെ ഒരു ഈഗോ നമ്മുടെ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളും ഇതുപോലെ ആയി മാറിയാൽ ഉറപ്പായിട്ടും പറ്റും. നമ്മൾ വിജയിക്കുമ്പോൾ മാത്രമാണ് ഇത്ര പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ പുകഴ്ത്താനുള്ള ആ ഒരു മാറ്റം നമ്മുടെ ഉണ്ടാകുമ്പോഴാണ്, മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, അഭിനന്ദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഉയർച്ചയാണ് നാളുകളിൽ നമ്മൾക്കും ലഭിക്കുന്നത്. പല ആളുകളുടെയും ചിന്ത ഞാൻ പറഞ്ഞു തരാം, അങ്ങനെ ഇപ്പൊ ഞാൻ ചെയ്തിട്ട് അവൻ അങ്ങനെ ആവണ്ട എന്നൊരു ചിന്തയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു തരാം, ഞാൻ എപ്പോഴും സാഹസികമായിട്ടാണെങ്കിലും ചിരിക്കാൻ വേണ്ടിയാണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനകത്തൊരു വലിയ കാതലായ വസ്തുതയുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മനോഹരമായിട്ടുള്ള ഈ ദൗത്യം, ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം,
നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് നമ്മുടെ അയൽവക്കക്കാർ രോഗിയായിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്ത് ഒരാള് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, നമ്മുടെ അയൽവക്കത്ത് ഒരാള് ജോലി ഇല്ലാതെ വിഷമിക്കുന്നു. ഈ വിഷമിക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം അവനോട് ഇത് പറഞ്ഞു കൊടുത്താൽ അവൻ രക്ഷപ്പെടുമെന്ന്. പക്ഷെ അവനോട് ഇത് പറഞ്ഞു കൊടുത്താൽ അവൻ ശാരീരികമായിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്ന് നമുക്കറിയാം. പക്ഷെ എന്താണെങ്കിലും നമ്മുടെ ചിന്ത എന്താണ്? ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവൻ അങ്ങനെ രക്ഷപ്പെടണ്ട, അവൻ ശരിക്കും സാമ്പത്തികമായിട്ട് ഹെൽത്തിലായിക്കോട്ടെ, വെൽത്തിലായിക്കോട്ടെ, ഹാപ്പിനെസ്സിലായിക്കോട്ടെ രക്ഷപ്പെടണ്ട എന്നുള്ള ചിന്ത നമ്മളുടെ മനസ്സിലുണ്ട്. ആ ഈഗോ എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറുമോ, മറ്റുള്ളവരെ നമ്മളെപ്പോലെ എന്ന് കാണാൻ നമ്മൾ പഠിക്കുന്നോ, അന്ന് മുതൽ നമ്മുടെ വിജയം ആരംഭിക്കും. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇവിടെ താലത്തിന്റെ കാര്യം പറഞ്ഞു, 3 തലയുടെ കാര്യം പറഞ്ഞു. എന്തും വളരെ മനോഹരമായ ഉദാഹരണമായിരുന്നു അല്ലെ? 3 തലയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും മോശകരമായ തല ഏതായിരുന്നു? മനുഷ്യന്റെ തലയായിരുന്നു. താലത്തിൽ കൊണ്ടുപോയ മനുഷ്യന്റെ തലയായിരുന്നു അല്ലെ? ആ മനുഷ്യന്റെ തലയ്ക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നില്ല ആ താലത്തിലിരിക്കുമ്പോൾ. പക്ഷെ ആ വാല്യൂ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോഴാണ്. നമ്മൾ ഒരാളെ പുകഴ്ത്തണമെങ്കിൽ, നമ്മൾ ഒരാളെ കുറിച്ച് നല്ലത് സംസാരിക്കണമെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ സംസാരിക്കണം. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ കുറിച്ച് എത്ര പുകഴ്ത്തിയിട്ടും എത്രത്തോളം അദ്ദേഹത്തെ കുറിച്ച് ഉന്നമനത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള വാനോളം എത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാലും അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. നമ്മൾ അദ്ദേഹത്തെ ജീവിച്ചിരിക്കുമ്പോൾ പുകഴ്ത്തിയാൽ, ഒരു കയ്യടി കൊടുക്കണമെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ, അദ്ദേഹം കാണുക ചെയ്യുകയാണെങ്കിൽ, ഒരു സഹായ ഹസ്തം നീട്ടാൻ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹം കാണുക, അദ്ദേഹത്തിന്റെ വിഷമത്തിൽ നമ്മൾ അതിന് ചേർന്ന് നിന്നാൽ മാത്രമാണ് നമുക്കും അത്തരത്തിലുള്ളൊരു വിജയം ആഘോഷിക്കാൻ പറ്റൂ. പലപ്പോഴും പലർക്കും അതല്ല, പലരുടെയും ഈഗോ, ഞാൻ കാരണം അവൻ വളർന്നു പോയാലോ, ഞാൻ കാരണം അവൻ വിജയിച്ചു പോയാലോ, ഞാൻ കാരണം അവൻ നല്ല നിലയിൽ ആയിപ്പോയാലോ എന്നുള്ളൊരു ഈഗോയാണ്. ഈ ഈഗോ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് ാൽ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഈ മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് എല്ലാ ഹൃദയങ്ങൾക്കും ആവശ്യമുള്ള പ്രസന്റേഷനാണ്. നമുക്കറിയാം, എല്ലാ പ്രസന്റേഷനും നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ കൂടി ഒരു മനുഷ്യനെ നല്ല വ്യക്തിയായി വാർത്തെടുക്കുവാൻ, നല്ല ഹൃദയത്തിനുടമയായി മാറ്റുവാൻ, നല്ല പ്രചോദനം ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഇന്ന് തന്നത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. എന്താണെങ്കിലും മെസ്സേജ് പാസ് ചെയ്ത നമുക്കറിയാം, മിനി മാഡത്തെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഗീതാ മാഡം എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് നടന്ന് സെയിൽസ് എടുത്തുകൊണ്ട്, ഒറ്റയ്ക്ക് നടന്ന് റീറ്റെയിലിൽ ഏറ്റവും ഹൈക്കായി നിന്നുകൊണ്ട്, ഒറ്റയ്ക്ക് നടന്ന് പ്രസന്റേഷൻ നടത്തിക്കൊണ്ട്, എവിടെ മീറ്റിംഗ്, ഇപ്പൊ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്തായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, മീറ്റിംഗ് നടത്തിയാൽ അവിടെ ആദ്യം കാണുന്ന ഒരു മുഖം എന്ന് പറയുന്നത് നമ്മുടെ ഗീതാ മാഡത്തിന് തന്നെയാണ്. പവർഫുൾ ലേഡി തന്നെയാണ്, അതും അയൺ ലേഡിയാണ്. നാളെ ഒരു അയൺ ലേഡി ആയിട്ട്, ഒരു ഉരുക്കു വനിതയായിട്ട് തെളിഞ്ഞു വരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഗീതാ മാഡം ഇന്ന് MC എടുത്തത്. അദ്ദേഹത്തിനും KBCയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം മിനി മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ 2 വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കോട്ടയത്ത് നമ്മളെല്ലാവരും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്റെ ടീമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, തന്റെ ടീമിനെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് ഏകദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ കോവിഡിന് ശേഷം ഗ്രാമാന്തരങ്ങളിൽ വെൽനസ് സെന്ററുകൾ സ്ഥാപിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. ആര് പറഞ്ഞു? പ്രധാനമന്ത്രി. ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രി എറണാകുളത്ത് വരുന്നുണ്ട്. ആ എറണാകുളത്ത് വരുന്ന പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഏറ്റെടുത്തുകൊണ്ട്, അനുസരിച്ചുകൊണ്ട്, അല്ലെ, അനുസരണം ഇല്ലാത്തടത്ത് ഈഗോ വർക്കൗട്ട് ചെയ്യും. ഈഗോ വർക്കൗട്ട് ചെയ്യാൻ കാരണം അനുസരണമില്ലായ്മ എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പൊ ഏറ്റെടുത്തുകൊണ്ട് കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് 8ഓളം വെൽനസ് സെന്റർ പല സ്ഥലങ്ങളിലുമായിട്ട് സ്ഥാപിച്ച് തന്റെ ടീമിനെ വിജയിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി, ഒട്ടും ഈഗോ ഇല്ലാതെ തന്റെ ടീം വളരട്ടെ, തനിക്ക് വരുമാനമില്ലെങ്കിൽ തന്റെ ടീമിന് വരുമാനം ഉണ്ടാവട്ടെ, ടീമിന് വരുമാനം ഉണ്ടായാൽ അവർക്ക് സന്തോഷമുണ്ടാകും, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു വളർച്ചയുണ്ടാവും, എനിക്കൊരു വിജയം ഉണ്ടാകുമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ വരുമാനമോ അദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതികളോ ഒന്നും നോക്കാതെ ഇന്ന് ഓടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മിനി മാഡം എന്ന് പറയുന്നത്. മിനി മാഡത്തിനും KBCയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, തൃശ്ശൂർ BOP ആണ്. എല്ലാ ആളുകളും, അവിടെ ചുറ്റുപാടുള്ള എല്ലാ ആളുകളും, ലീഡേഴ്സും അവിടെ കടന്നു ചെല്ലണം. നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള നിലയിലുള്ള പ്രസന്റേഷൻസ് ആണ് അവിടെ നിന്ന് നടക്കുന്നത്. നമ്മുടെ MBR ആണ് ശരിക്കും പറഞ്ഞിട്ട് അവിടെ, ജോഷി സാറാണ് ഇന്ന് അവിടെ പ്രസന്റ് ചെയ്യുന്നത്. MBR സാറിന്റെ സാന്നിധ്യമുണ്ട്, ബെന്നി സാറിന്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കടന്നു ചെല്ലണം, വിജയിപ്പിക്കണം. നമ്മുടെ വലിയൊരു പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടാവണം. ഏറ്റവും നല്ല മേഖല ഏതാണെന്ന് ചോദിച്ചാൽ നെറ്റ്വർക്ക് തന്നെയാണ്. ഏറ്റവും നല്ല കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ
ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ഏകദേശം 1.5 കോടി ജനങ്ങളുടെ ഇടയ്ക്ക് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് ബയോട്ടോറിയം എന്നുള്ളതല്ലാതെ വേറൊരു ആൻസറും അവിടെ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയം അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ നാളെ നടക്കുന്ന പെരുമ്പാവൂർ നടക്കുന്ന നമ്മുടെ NDOP എല്ലാവരും കടന്നു വരണം. 14-ാം തീയതി നടക്കുന്ന 1 lakh above മീറ്റിംഗിൽ നിങ്ങൾ എല്ലാവരും കടന്നു വരണം. ഓർപ്പിപ്പിക്കുന്നു, എല്ലാവരും എല്ലാ മീറ്റിംഗിലും കടന്നു വന്ന് നിങ്ങളുടെ ടീമിനെയും കൂടെ കൊണ്ടുവന്നുകൊണ്ട് അത് പഠിപ്പിച്ചെടുത്ത് നിങ്ങൾ വിജയിക്കാൻ, വിജയത്തിന്റെ ഹസ്തം നീട്ടുവാൻ, അല്ലെ മറ്റുള്ളവന്റെ പുഞ്ചിരി കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് കരയുന്ന തരത്തിലുള്ള വിഷമമല്ല, സന്തോഷ കടലാൽ നിറയുന്ന തരത്തിലുള്ള പ്രവർത്തനമായി തീരട്ടെ. അതിനുവേണ്ടി സർവശക്തൻ നിങ്ങളെ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് ഈ അവസരം തന്ന KBCയുടെ ചെയർമാനായിട്ടുള്ള നമ്മുടെ മനോജ് സാറിനും അതുപോലെ തന്നെ ഡാനിഷ് സാറിനും മറ്റുള്ള എല്ലാ ലീഡേഴ്സിനും ഫ്രം ദ ഹാർട്ട് താങ്ക്സ് പറഞ്ഞിട്ട് ഒരിക്കൽ കൂടി ഇന്നത്തെ MC എടുത്ത നമ്മുടെ ഗീതാ സുരേഷ് മാഡത്തിനും അതുപോലെ തന്നെ മാഡത്തിനും ഹൃദയത്തിന്റെ ഭാഷ നന്ദി സ്നേഹം അറിയിച്ച് നിർത്തുന്നു. താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഈ ബയോട്ടോറിയം.